ഹായ്, ഇന്ന് നമുക്കൊരു സ്നാക്ക് റെസിപ്പി ആയാലോ. നല്ല മഴയൊക്കെ അല്ലേ, അപ്പോൾ ചൂട് ചായയുടെ കൂടെ ചൂടോടെയുള്ള സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. അതും നമ്മുടെ വീട്ടിൽ ഏറ്റവും എളുപ്പം അവൈലബിൾ ആയിട്ടുള്ള പൊട്ടറ്റോ വെച്ചിട്ട് ഉരുളക്കിഴങ്ങ്. അപ്പോൾ പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, ഒരു സർപ്രൈസ് നമ്മൾ ഒളിച്ച് വെക്കും. അത് നമ്മൾ പൊട്ടറ്റോ ഒക്കെ ബോയിൽ ചെയ്ത് അത് ബോൾസ് ആക്കിയിട്ട് അതിൻ്റെ അകത്തൊരു ചീസിൻ്റെ ഒരു ചെറിയ പീസ് ഒളിച്ച് വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ചീസൊക്കെ ഇങ്ങനെ മെൽറ്റായി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. വലിയവർക്കും ഇടയ്ക്കൊക്കെ ഇതൊന്നും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിച്ചാൽ മതി. അപ്പോൾ ഈ പൊട്ടറ്റോ ചീസ് ബോൾസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്ന നോക്കിയിട്ട് വരാം. ഇതിനായിട്ട് ഒരു മീഡിയം സൈസിലുള്ള 3 പൊട്ടറ്റോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് പുഴുങ്ങി നന്നായിട്ട് പീൽ ചെയ്തൊക്കെ വെച്ചിരിക്കുവാണേ. ഇത് നമുക്കിനി മാഷ് ചെയ്യണം. ഒരു സ്പൂൺ വെച്ചോ അതോ ഇതുപോലെ ഒരു മാഷർ വെച്ചോ നമുക്ക് ഇതിനെ നന്നായിട്ടങ്ങ് മാഷ് ചെയ്തെടുക്കണം. അങ്ങനെ ഈ നന്നായിട്ട് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയിലേക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. ഇതിലേക്ക് വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത സവാളയാണ് ആദ്യം വേണ്ടത്. ഞാൻ ചോപ്പറിലിട്ട് വളരെ ഫൈനാണ്, ഒരു 1/2 കപ്പ്. പിന്നെ നല്ല എരിവുള്ള 2 പച്ചമുളക് വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്. പിന്നെ വേണ്ടത് ഫ്രഷായിട്ട് ചോപ്പ് ചെയ്ത മല്ലിയില, കൊറിയാണ്ടർ, അതൊരു 2 ടേബിൾ സ്പൂൺ മതി, അത്രയും മതി. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന ചില്ലി ഫ്ലേക്സ് ആണ്, ഉണക്ക മുളക് ഫ്ലേക്സ്, അത് 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പൗഡറാണ്, അതും ഞാൻ 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്താലും മതി. ഇനി ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ മിക്സ്ഡ് ഹെർബ്സ് ആണ്, ഇതില്ലെങ്കിൽ ഓർഗാനോ ആയാലും മതി. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഫ്രഷായിട്ട് ഗ്രൗണ്ട് ചെയ്ത കുരുമുളക്, പെപ്പർ. നെക്സ്റ്റ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചീസാണ്. ഇത് ഗ്രേറ്റ് ചെയ്ത പ്രോസസ് ചീസോ അല്ലെങ്കിൽ മോസറേല ചീസോ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതൊരു 1/2 കപ്പ് മതി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അമുലിൻ്റെ പ്രോസസ് ചീസാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, ആദ്യം ഒരു സ്പൂൺ ഉപയോഗിക്കാം. നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സായ ശേഷം നമുക്ക് കൈ തന്നെ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് ഇതങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമ്മൾ സോൾട്ട് ഒന്ന് ചെക്ക് ചെയ്യണം. ചീസിൽ സോൾട്ട് ഉണ്ട്, എന്നാലും കുറച്ചുകൂടെ സോൾട്ട് വേണ്ടി വരും. അതുകൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിന് നമുക്ക് ബോൾസാക്കി നമ്മൾക്ക് ഇഷ്ടമുള്ള സൈസിലുള്ള ബോൾസാക്കി എടുക്കാം. ഞാനിവിടെ ഒരു ലെമൺ സൈസ്ഡ് ആയിട്ടുള്ള ബോൾസാണ് എടുക്കുക. ഇതിനേക്കാളും കുറച്ചുകൂടി ചെറുതാട്ടോ നല്ലത്, ഫ്രൈ ചെയ്യാനൊക്കെ എളുപ്പം എനിക്ക് തോന്നുന്നു അതാണെന്ന്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി ഒരു ചെറുതായിട്ടുള്ള ബോൾസ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇതുപോലെ പൊട്ടറ്റോ ബോൾസ് ഉണ്ടാക്കിയ ശേഷമാണ് ഇതിലേക്ക് നമ്മളൊരു ചീസിൻ്റെ ക്യൂബ് ഒളിച്ച് വയ്ക്കുന്നത്. അതിനായിട്ട് ഞാൻ മോസറേല ചീസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ചെറിയ ക്യൂബ്സ് ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ പൊട്ടറ്റോയുടെ ബോൾസ് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ഇഷ്ടമുള്ള സൈസിലെടുക്കാം. ഇതേപോലെ ബോൾ ഉണ്ടാക്കിയ ശേഷം അതിൻ്റെ നടുവിൽ നമ്മുടെ തമ്പ് വെച്ച് ഒരു ഡിപ്രഷൻ ഉണ്ടാക്കുക. ഓക്കെ, എന്നിട്ട് അതിലേക്ക് നമുക്ക് ചീസിൻ്റെ ഒരു കുഞ്ഞു ക്യൂബ് വെച്ച് അത് പിന്നെയും അത് സൈഡിൽ നിന്ന് ഇങ്ങനെ കവർ ചെയ്ത ശേഷം നന്നായിട്ട് ഉരുട്ടി നല്ലൊരു ബോളായിട്ട്, റൗണ്ട് ബോളായിട്ട് എടുക്കാം. ഒന്നുകൂടെ ഞാൻ ചെയ്ത് കാണിക്കാം. അത്ര വലിയ പാടൊന്നും ഇല്ല കേട്ടോ, കൊച്ചുകുട്ടികൾക്ക് വരെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കാണിച്ചതുപോലെ എല്ലാ പൊട്ടറ്റോ ബോൾസും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു അളവിൽ എനിക്കൊരു 13 ബോൾസാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ബോൾസ് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് ചില്ല് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ള ഔട്ടർ കോട്ടിംഗ് തയ്യാറാക്കാം. ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ വലിയ സ്പൂൺ മൈദയും അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ മിക്സ് ചെയ്യാം. ഓക്കെ, അതിലേക്ക് കുറച്ച് സോൾട്ട്, നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് പെപ്പർ പൗഡർ കൂടെ ആഡ് ചെയ്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഉപയോഗിച്ച് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഒരു ലിക്വിഡ് ബാറ്ററാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് കണ്ടോ, ഇതേപോലെ ഇരിക്കണം ബാറ്റർ. ഒത്തിരി തിന്നും ആവാൻ പാടില്ല, ഒത്തിരി റണ്ണി ആവാൻ പാടില്ല, അതേസമയം ഒത്തിരി തിക്കും ആവാൻ പാടില്ല. നെക്സ്റ്റ് നമുക്ക് ആവശ്യം ബ്രെഡ് ക്രംസ് ആണ്. ഞാനിത് ഫ്രഷ് ബ്രെഡ് മിക്സിയിലൊന്നിട്ട് പൊടിച്ചെടുത്തതാട്ടോ, 1 കപ്പ് ഉണ്ടാവും. ഇനി ചെയ്യേണ്ടത് ഈ പൊട്ടറ്റോ ബോൾസ് ഓരോന്നും എടുത്തിട്ട് ആദ്യം നമ്മുടെ ഈ ലിക്വിഡ് ഡോയിലേക്ക് ഒന്ന് ഇട്ട ശേഷം അതൊരു ഫോർക്ക് വെച്ച് എല്ലാം ഒന്ന് റോൾ ചെയ്ത് എല്ലാ സൈഡിലും ആക്കണം. അതിനുശേഷം ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് അതൊന്ന് കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് ആ ബോൾസിൽ മുഴുവനും ഈ ബ്രെഡ് ക്രംസ് പറ്റി പിടിക്കണം. ഓക്കെ, ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൂടെ കൊടുക്കാം. അപ്പോൾ റെഡിയാവും.
ഇതുപോലെ നമുക്ക് എല്ലാ പൊട്ടറ്റോ ബോൾസും ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി റെഡിയാക്കി വെക്കാം. എല്ലാം റെഡിയാക്കിയ ശേഷം മാത്രം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഒരു കടായിൽ ആവശ്യത്തിന് റിഫൈൻഡ് ഓയിൽ ചൂടാക്കുക. നന്നായിട്ട് അത് ചൂടായ ശേഷം മാത്രം നമ്മൾ ഈ പൊട്ടറ്റോ ബോൾസ് ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടാവുന്നതിന് മുൻപ് ഒരിക്കലും നമ്മുടെ പൊട്ടറ്റോ ബോൾസ് ഇടരുത്, അത് എണ്ണ കുടിക്കും. അതുപോലെ തന്നെ പൊട്ടറ്റോ ബോൾസ് ഇട്ട് കൊടുത്ത ശേഷം പെട്ടെന്ന് തന്നെ അത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുകയും വേണം. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് പുറം കരിയുകയും അകം വേവാതെ ഇരിക്കും. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ വളരെ സോഫ്റ്റായിട്ട് വളരെ ജെൻറ്റിലായിട്ട് ഒന്ന് ഇളക്കിയും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ അകത്ത് ആ ചീസ് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് പുറത്തേക്ക് പൊട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സോഫ്റ്റായിട്ട് വേണം നമ്മളത് തിരിച്ചും മറിച്ചൊക്കെ ഇടാനായിട്ട്. ഈ ഒരു കളറൊക്കെ ആകുമ്പോഴേക്ക് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്ക് നമുക്കിത് അതിൽ നിന്ന് എടുക്കാം. അതുപോലെ തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ഒത്തിരി ഓവർ ക്രൗഡഡ് ആയിട്ട് എല്ലാം കൂടെ ഒന്നിച്ചൊന്നും ഇടരുത്. ഇതുപോലെ 3 4 എണ്ണം വെച്ച് ഇടുക. ഞാനിപ്പം രണ്ടാമത്തെ ബാച്ചിൽ 3 എണ്ണം വെച്ചാണ് ഫ്രൈ ചെയ്യുന്നത്. ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റാം. നിങ്ങളിത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ചെറുതായിട്ടുള്ള ബോൾസ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ചീസ് ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് മയോണൈസും അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പുമായിട്ട് ഉള്ള കോമ്പിനേഷൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. നല്ല ഒരു ചൂടോടെ തന്നെ നല്ല ക്രിസ്പിയായിട്ട് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം. ഈ ചൂടോടെ കഴിക്കണമെന്നൊന്നും പ്രത്യേകിച്ച് പറയണ്ട, കാരണം ഇത് കണ്ണടച്ച് ഓർക്കുന്നതിന് മുമ്പ് തന്നെ തീർന്നിരിക്കും. ഇത് കാണുമ്പോൾ തന്നെ അറിയില്ലേ പുറമേ നല്ല ക്രിസ്പി അല്ലേ. ഇനി അതിൻ്റെ അകം കൂടി ഒന്ന് കാണിച്ചു തരാം. പുറത്ത് നല്ല മുരുമുരാന്നിരിക്കും. അകം നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റുമാണ്. അത് ആ ചീസ് ഇങ്ങനെ വരുന്ന കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കൂടുതൽ ചീസ് വെച്ചാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് വലിയ പീസ് ചീസൊന്നും എടുത്ത് വെക്കരുത്. അകത്ത് ചെറിയൊരു പീസ്, ഒരു ചെറിയൊരു ക്യൂബ് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇതെല്ലാം പൊട്ടി അതിങ്ങനെ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അസാധ്യ ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.